ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് HSC പരീക്ഷകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു HSC എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് പകരം SST എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആവാം ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വന്നിരുന്നു. അതുപോലെ പേഴ്സണലി പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്, പെട്ടെന്ന് സംഭവിക്കുമോ, അതോ ഇനി ഒരു എക്സാമും കൂടി HSC ലെവലിൽ അതായത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. ആധികാരികമായിട്ട് അത് പറയാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ HSST ലയനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു HSC പോസ്റ്റിനുള്ള എക്സാം ഉണ്ടായിരിക്കുകയില്ല. പകരം വേറെ SST എന്ന പേരിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അതേസമയം പലരും പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു HSCയും കൂടി എഴുതാൻ സാധിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടും എങ്ങനെയായാൽ പോലും ഓക്കെ, ഇപ്പോൾ അടുത്ത വരുന്ന ഹൈസ്കൂളിലേക്കോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്കോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പഠിച്ചു തുടങ്ങണം അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു അനിശ്ചിതത്വം നിലവിലുണ്ട്. അതായത് ഇനി HSST ലയനം നടക്കുകയാണെങ്കിൽ SST എന്ന പേരിൽ ഒരു എക്സാം വരികയാണെങ്കിൽ അതിൻ്റെ സിലബസ് വ്യത്യാസമായിരിക്കും. അതുപോലെ ഇത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എക്സാം ഇനി ഉണ്ടായിരിക്കുക എന്നുള്ളതിനും ഒരു അനിശ്ചിതത്വം നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, സിലബസിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനിശ്ചിതത്വത്തിനിടയിലും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ലഭ്യമാകും. അതുവരെ നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മുടെ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷേ എങ്ങനെ പഠിച്ചു തുടങ്ങണം? ഏത് HSCക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളായാലും, അതായത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, നാച്ചുറൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഏതാണെങ്കിലും അവരുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് മലയാളത്തിലാണ് പരീക്ഷ HSC എന്നുള്ളത് ആയിരുന്നു. ഇനി വരുമ്പോൾ അത് മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. സിലബസും നമ്മുടെ കയ്യിൽ പുതിയ സിലബസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? അതായത് നമ്മൾ സാധാരണ PSC എക്സാമുകൾ, അതായത് ഇപ്പോൾ UP എക്സാമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ബേസായിട്ട് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ ആണ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് NCERTയിൽ നിന്നും കൂടി ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും SCERT ആണ് ബേസായിട്ട് UP എക്സാമിനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. എന്നാൽ HSC HSST പോലുള്ള ഹയർ ഗ്രേഡുള്ള എക്സാമുകൾക്ക് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്, പ്രത്യേകിച്ചും സബ്ജക്റ്റ് വൈസ് ആയതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ഈ HSC പരീക്ഷ മലയാളത്തിലായിരുന്നു അല്ലേ. അപ്പോൾ ഇനി വരുന്നത് മലയാളത്തിലാണെങ്കിൽ തന്നെ മലയാളം ടേംസ് പലർക്കും അവ്യക്തമാണ്. ഓക്കെ, ഇംഗ്ലീഷ് ടേംസ് എല്ലാവർക്കും അവരവരുടെ സബ്ജക്റ്റ് ഫെമിലിയർ ആയിരിക്കും. കാരണം നിങ്ങളതിൽ ഡിഗ്രിയും PGയും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കത് ഫെമിലിയർ ആയിരിക്കും ഇംഗ്ലീഷ് ടേംസ്. പക്ഷേ അതിൻ്റെ തത്തുല്യമായ മലയാളം വേർഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ റാങ്ക് ഫയൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് വൈസുള്ള റാങ്ക് ഫയൽസ് ഒന്നും അത്രയധികം നിലവാരം പുലർത്തുന്നതായി കണ്ടിട്ടില്ല. പല സബ്ജക്റ്റും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് NCERTയുടെ മലയാളം വേർഷൻ കിട്ടുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ബേസായിട്ട് പഠിക്കാനുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ NCERT നമ്മൾ എടുക്കുമ്പോൾ അതിലിപ്പോൾ നാച്ചുറൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ബോട്ടണിയും ഉണ്ട്, സുവോളജിയും ഉണ്ട്, രണ്ടും പഠിക്കണം നാച്ചുറൽ സയൻസിൻ്റെ പരീക്ഷയ്ക്കാണെങ്കിൽ. അപ്പോൾ ഇനി വരുന്ന എക്സാമിൽ അത് സുവോളജി മാത്രം ബോട്ടണി മാത്രമുള്ള സെപ്പറേറ്റ് എക്സാംസ് ആവോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം നമ്മൾ NCERT പഠിച്ചു തുടങ്ങുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലൊക്കെ NCERT പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ HSC പഠിച്ചു തുടങ്ങുമ്പോൾ NCERT പാഠഭാഗങ്ങൾ പഠിക്കുക. അത് ഏകദേശം പഠിച്ച് തീരാറാകുമ്പോഴത്തേക്കും പുതിയ ഓർഡറുകളും മറ്റും വരികയാണെങ്കിൽ, പുതിയ സിലബസും മറ്റും വരികയാണെങ്കിൽ അതനുസരിച്ച് പഠനം തുടരാവുന്നതാണ്. ഏതായാലും ഇതൊരു ബേസായിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം, നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വൈസ് NCERT ബുക്സ് എടുത്ത് അതിൻ്റെ മലയാളം വേർഷൻ പഠിച്ചു തുടങ്ങാം. മലയാളം വേർഷൻ പഠിക്കുമ്പോൾ
ഒപ്പം നമ്മളതിൻ്റെ ഇംഗ്ലീഷ് ടേംസും കൂടി മനസ്സിലാക്കി പോകുന്നത് ഉചിതമായിരിക്കും. ഇനി ഇപ്പോൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട് hsslive.in. ഇതൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. NCERTയുടെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് PDF രൂപത്തിൽ എടുക്കാനായിട്ട് പറ്റും. എല്ലാ സബ്ജക്റ്റിൻ്റെയും hsslive.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ധാരാളം വെബ്സൈറ്റുകൾ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിലേറ്റവും നമുക്ക് ഉപകാരപ്രദമായ എന്ന് തോന്നിയ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തു എന്ന് മാത്രം. പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്ത പലരും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ hsslive.in എന്ന് പറയുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ മലയാളവും ഇംഗ്ലീഷും വേർഷനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഒരിക്കലും നാളേക്ക് വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങേണ്ടത് ഇന്ന് ഈ നിമിഷം മുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, നമ്മൾ NCERTയിൽ നിന്നും തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്സ് കയ്യിലില്ല, മെറ്റീരിയൽസ് കയ്യിലില്ല എങ്കിൽ അതും വിഷമിക്കേണ്ട. അതിനാണ് ഇങ്ങനെയൊരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. hsslive.in ആണ്. അപ്പോൾ hsslive എന്ന് ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മലയാളം പാഠഭാഗങ്ങൾ, മലയാളം നോട്ട്സും ഇംഗ്ലീഷ് നോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്താൻ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്റേഴ്സായിട്ടോ ഓരോ ടോപ്പിക്സായിട്ടൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി HSA നാച്ചുറൽ സയൻസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ HSA നാച്ചുറൽ സയൻസിൽ HSA ബോട്ടണിയും സുവോളജിയും പഠിക്കണം. അപ്പോൾ ഇനി വരുന്ന എക്സാമിൽ സബ്ജക്റ്റ് വൈസ് സുവോളജി മാത്രം ബോട്ടണി മാത്രമുള്ള എക്സാം ആയാലോ എന്ന് ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ സബ്ജക്റ്റിൽ +1ൻ്റെയും +2ൻ്റെയും ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ബോട്ടണിക്കാരാണെങ്കിൽ ബോട്ടണി പഠിക്കുക, സുവോളജിക്കാരാണെങ്കിൽ സുവോളജി പഠിക്കുക. അപ്പോഴത്തേക്കും ഏകദേശം തീരുമാനങ്ങൾ വരികയും പുതിയ സിലബസ് ഇറങ്ങുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പഠനം തുടരാനാകും. എങ്ങനെ പോയാലും നമ്മൾക്ക് ബേസായിട്ട് NCERT പാഠഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് പഠിച്ചു തുടങ്ങാം. അതിനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇനിയും സമയം കളയണ്ട. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.